നമസ്കാരം. ഇവിടെ പ്രയാഗിലാണ്. പ്രയാഗിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഗംഗ യമുന കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ദിവ്യന്മാരൊക്കെ വന്ന് മുങ്ങുന്ന സ്ഥലം. അതുപോലെ ഭക്തന്മാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ സ്നാനം ചെയ്യും. ഈ ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേർ വന്നിട്ടുണ്ട്, വയനാട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ കൂടെ വന്നിരിക്കുന്നത് ശിവേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കും. ശിവേട്ടൻ എന്താ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള? എങ്ങനെയുണ്ട് ഇവിടുത്തെ സെറ്റപ്പ് എല്ലാം? ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനമാണെന്ന് പറയാൻ സാധിക്കുക. കോടിക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈ സംഗമഭൂമി, ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്, ഇതിപ്പോൾ 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഇവിടെ വളരെ വലിയ ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെൻറ്റും അതുപോലെ നല്ല പക്കയായിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ വെളിച്ചം, അതുപോലെ സംവിധാനങ്ങൾ, കുളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മഹാകുംഭമേള എന്ന് പറയുന്ന ഈ അതിവിപുലമായ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യോജിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഭക്തിയോടുകൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശേഷത. കേവലം ഒരു ടൂറിസം എന്ന രീതിയിലല്ല, മറിച്ച് ഗംഗാ മാതാവിനെ വളരെ ഭക്തിയോടുകൂടി വന്ദിക്കുന്ന, ആരാധന ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുക. കേരളത്തിലെ പോലെ എല്ലാത്തിനെയും ഒരു കേവലം ടൂറിസമായിട്ട് കാണുന്ന ഒരു രീതിയല്ല. അതുതന്നെ നമുക്ക് ഭാരതത്തിൻ്റെ ഈ ഒരു സംസ്കാരം നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതിന് യോജിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമുകളും. അപ്പോൾ ഇന്നലെ ഇവിടെയാണല്ലോ ഈ അപകടം പറ്റിയ സ്ഥലം. ഇവിടെയാണല്ലോ ഇന്നലെ കുറച്ച് പേര് മരിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇവിടുത്തെ എന്തെങ്കിലും എന്താ പറയുക, സർക്കാരിൻ്റെ പോരായ്മയാണോ ഈ മരണത്തിന് കാരണം ഉണ്ടാവാനുള്ള ഒരു? തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കില്ല. കാരണം ഇത്രയും വിപുലമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല, ഇന്നിപ്പോൾ ആ പുണ്യ ദിനമായിട്ടുള്ള മൗനി അമാവാസി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 ദിവസത്തിന് ശേഷവും ഇവിടെ ഇത്രയും ജനങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ആ ഒരു പുണ്യദിനത്തിൽ എത്ര ജനങ്ങൾ എത്തിച്ചിരുന്നു. 14 കോടി ജനം അന്നേ ദിവസം ഇവിടെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ജനങ്ങൾ ഈ പുഴയിൽ ഇറങ്ങി കുളിക്കുകയും തിരിച്ചു കയറുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു തിക്കും തിരക്കും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഇവിടുത്തെ ഒരു സംവിധാനം കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് ജനങ്ങൾക്ക് സംയമനം പാലിക്കാൻ സാധിച്ചില്ല. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര വിപുലമായിട്ടുള്ള ഒരു ജനക്കൂട്ടവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായതിന് ശേഷം വന്നാണ് അത് അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം വിഷമമുണ്ട്. ഈ ഒരു പവിത്രമായ സ്ഥാനത്ത് വന്നിട്ട് അങ്ങനെ സംഭവിച്ച വിഷമമുണ്ടെന്നുണ്ടെങ്കിലും അത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പിഴവാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ സംഗമ ഭൂമിയിൽ എവിടെയും നമുക്ക് ഒരു പോരായ്മ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസമായിട്ട് പോലും എന്തായാലും വളരെ മനോഹരമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എനിക്കും മഹേഷും ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇതിന് വേണ്ടിയിട്ട് വന്നു പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു പുണ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രയാഗിൽ നിന്നും മഹേഷ് രാഘവൻ, ശിവേട്ടനോടൊപ്പം മഹേഷ് രാഘവൻ. നമസ്തേ. ജയ് ശ്രീറാം.